ഞാനായിട്ട് തിരഞ്ഞെടുത്തതല്ല, എന്നെ തിരഞ്ഞെടുത്തതാണ്. ഞാനായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ഡാൻസ് നോക്കുള്ളായിരുന്നു. കാരണം എനിക്ക് ഡാൻസ് ഭയങ്കര ക്രേസാണ്. അതേപോലെ തന്നെ ആക്ടിങ് അത്ര വലിയ വശമില്ല, എനിക്കറിയില്ല. സിനിമ മേഖല എന്താണെന്ന് പോലും അറിയാൻ പാടില്ലായിരുന്നു. അവിടെ വന്നിട്ടാണെങ്കിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് എനിക്ക് അറിവില്ല സിനിമയെക്കുറിച്ച്. സിനിമ കാണും, ആസ്വദിക്കും, എല്ലാ മേഖലയും എല്ലാ രീതിയിലും. ഇപ്പോൾ കോസ്റ്റ്യൂം ആണെങ്കിലും ഇപ്പോൾ ക്യാമറ വർക്കാണെങ്കിലും എല്ലാം ഞാൻ എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളാണ്. എല്ലാ പടത്തിലും എന്തെങ്കിലും ഒരു നല്ലതുണ്ടാവും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത സിനിമ ഉണ്ടാകും അത് പറയുകയും ചെയ്യും, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. ഈ ചില സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും, അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഹായ്, നമസ്കാരമുണ്ട്. അത്ര വലിയ കഥയൊന്നും ആയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ ചെയ്തിട്ടുള്ള അത്രയും എന്തായാലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പരിശ്രമിക്കുന്നുണ്ട് എത്തപ്പെടാൻ. നിസാർക്ക് എനിക്ക് പണ്ട് മുതലറിയാം. ഇദ്ദേഹത്തിന് ഞാൻ ബാർക്കോട് കണ്ടിട്ട് പണ്ട് മുതലേ എവിടെയെങ്കിലും എത്തണമെന്ന് വെച്ചാൽ വാശിയുണ്ട്, എത്തണം എന്നുള്ളത്. അതെല്ലാവർക്കും ഉണ്ട്, പക്ഷേ എല്ലാവർക്കും അങ്ങനൊരു വാശി നിലനിർത്താറില്ല. വാശി നല്ലതല്ല എന്ന് ശീലിപ്പിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് വാശി നല്ലതാണ്. എവിടെയെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലെത്തണമെന്നുണ്ടെങ്കിൽ പരമാവധി പരിശ്രമിക്കുക, വാശി മാത്രം പോരാ. എനിക്ക് പരിചയമില്ലാത്തൊരു മേഖലയിലാണ് ഞാനിന്നിപ്പോൾ ഒരു പൊസിഷനിലെത്തിയിരിക്കണേ. എല്ലാ കുട്ടികൾക്കും ഉണ്ട് അങ്ങനൊരു കഴിവ്. സ്വപ്നങ്ങളിലെത്താനായിട്ട് കഴിവുണ്ടാവും, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിവുണ്ടാവും. എൻ്റെ കഴിവ് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതെൻ്റെ സാഹചര്യം കാണിച്ചു വന്നു. 15 വർഷമായി സിനിമയ്ക്കാണ്. ഇപ്പോൾ ഫൈറ്റിൽ മാത്രം ഫൈറ്റ് മാസ്റ്ററായിട്ടിരുന്നു. എല്ലാവർക്കും അതിൻ്റെ കഴിവുണ്ടാവട്ടെ, എല്ലാ പ്രാർത്ഥനയോടും കൂടി. പിന്നെ എനിക്ക് ഒരു കാര്യം അറിയാവുന്നത്, ഞാൻ ജാതി, മതം, വർണ്ണം ഇതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ഞാൻ വളർന്ന ഫോർട്ട് കൊച്ചിയിലാണ്, നസ്രത്തിൽ. അവിടെ ഞാനിതൊന്നും കണ്ടിട്ടില്ല, ശീലിച്ചിട്ടില്ല. ഞാൻ വൈറ്റിങ്ങരയിലോട്ട് മാറിയതിന് ശേഷമാണ് ഇങ്ങനൊരു സമ്പ്രദായം കണ്ടിട്ടുള്ളത്. ഞാനൊരിക്കലും കളറിലോ അല്ലെങ്കിൽ ജാതിയിലോ വിശ്വസിക്കുന്നില്ല, മതത്തിലും വിശ്വസിക്കുന്നില്ല. എല്ലാ ദൈവവും ഉണ്ട്, എല്ലാ കടമകളും. ഓക്കെ.